ഇന്ന് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ഏകദിന 2020 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ 2020 ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഇല്ല. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്താഞ്ഞത്? ഇത് ചോദിച്ചപ്പോൾ അഗാർക്കറുടെ മറുപടി ഇങ്ങനെയായിരുന്നു. സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത്. അവൻ സെഞ്ചുറി അടിച്ചത് 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്തപ്പോഴാണെന്നാണ് ഞാൻ കരുതുന്നത്. ജുറേൽ സാധാരണയായി ലോവർ പൊസിഷനിലാണ് ബാറ്റ് ചെയ്യുന്നത്. KL രാഹുലും അവിടെ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട്. ജുറേൽ എത്ര മികച്ച കളിക്കാരനാണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ സ്പോട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഒരു റൂം ഇല്ലെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഓരോ സ്ഥാനങ്ങളിലും യോജിക്കുന്നവരെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഒബ്വിയസ്ലി T20 ക്രിക്കറ്റിൽ സഞ്ജു മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ ഏകദിന ക്രിക്കറ്റ് ലിറ്റിൽ ബിറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ബേസിക്കലി അതാണ് ചിന്തിക്കുന്നത്. മറ്റെന്തിനേക്കാളും പൊസിഷനിലാണ് കാര്യം. അപ്പോൾ ഇതാണ് അജിത് അഗാർക്കർ ഏകദിന ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്താഞ്ഞതിന്റെ കാരണം പറഞ്ഞത്. ഏകദിനത്തിലാണെങ്കിൽ ഇപ്പോൾ ഗില്ല്, ജയ്സ്വാൾ, രോഹിത്, വിരാട് കോഹ്ലി എന്നിവരൊക്കെ ടോപ്പ് ഓർഡറിൽ ഉള്ളതുകൊണ്ട് സഞ്ജുവിന് അവിടെ സ്ഥാനമില്ലെന്നാണ് പറയുന്നത്. KL രാഹുലും ജുറേലും വിക്കറ്റ് കീപ്പറായിട്ടും താഴെ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നവരുമാണ്. അവിടെയും സഞ്ജുവിന് സ്ഥാനമില്ല. അപ്പോൾ T20 ക്രിക്കറ്റിലോ ഓപ്പണിംഗ് പൊസിഷനിൽ മിന്നിക്കെത്തിയ സഞ്ജുവിനെയാണ് ഏഷ്യ കപ്പിൽ ലോവർ ഓർഡറിൽ ഇന്ത്യ പരീക്ഷിച്ചത്. അത് T20 ആണ്, ഇത് ഏകദിനം. രണ്ടും വ്യത്യാസമാണെന്നേ. തൊട്ട് മുമ്പത്തെ കളിയിൽ അല്ലെങ്കിൽ മികച്ച ഫോമിൽ കളിക്കുന്ന കളിക്കാരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഇനി ഇമാരൊക്കെ എന്നാണോ മനസ്സിലാക്കുന്നത്?